ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ പുളിശ്ശേരി ആട്ടോ. പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നന്നായി പഴുത്ത ഒരു പൈനാപ്പിളാണ് എടുത്തേക്കുന്നത്. പൈനാപ്പിൾ ഫുള്ള് വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതി നമുക്ക് കേട്ടോ. തൊലി ചെത്തി ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. പകുതി എടുത്ത് അതിൻ്റെ കൂനിയെല്ലാം കളഞ്ഞ ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളിശ്ശേരിയൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അപ്പം ഞാൻ അരിഞ്ഞെടുത്ത പൈനാപ്പിൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 മുളക് ഒന്ന് നടുവ് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളവും ചേർത്ത് വേവാൻ വെക്കുക കേട്ടോ ചെയ്യണത്. നമുക്കിത് അടച്ച് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. പൈനാപ്പിൾ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു 1/2 മുറി തേങ്ങ, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുകട്ടോ ചെയ്തേക്കണത്. ഈ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ടാവുമേ. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നന്നായി തിള പറഞ്ഞ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവേ. തൈര് നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്, അധികം പുളിയില്ലാത്ത തൈരാട്ടോ എടുത്തേക്കുന്നത്. കട്ട തൈരായത് കാരണം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണേ. അത് ഒരേ സ്ഥലത്തേക്ക് തന്നെ ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തൈര് ചേർത്ത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൈര് പത വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാമേ. പിന്നെ അതിലേക്ക് ഉപ്പ് പാകമാണോ നോക്കി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷവും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മൺചട്ടിയിലായത് കാരണം വീണ്ടും ഇരുന്ന് തിളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് കാരണമാണ് നമ്മൾ അത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നത്. ഇനി കറി താളിക്കാൻ വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാവേ. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പം ഉലുവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഉലുവയും ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മുളകും കറിവേപ്പിലയും നന്നായി മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം കേട്ടോ. ഇവിടെ പൈനാപ്പിളിൽ നല്ല മധുരമായത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലായേ.